നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന റാലിക്ക് ഇടയുള്ള ചിത്രമാണ്. തിരിച്ച് ഇറാനിൽ മുജ്തബയുടെ സ്ഥാനാരോഹണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയമിച്ചതിന് എതിരായി സ്ത്രീകൾ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്ത് ജനലിലൂടെയുള്ള മുദ്രാവാക്യം വിളിയുടെ ശബ്ദമടക്കം പുറത്തുവിടുന്നുണ്ട്. അതേസമയം വ്യാപകമായി ഇറാനിൽ അദ്ദേഹത്തിന് അനുകൂലമായ റാലികൾ നടക്കുന്നുണ്ടായിരുന്നു. അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന് ശേഷം മറ്റൊരു പരമാധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം എന്നും ഇല്ലെങ്കിൽ കൊല്ലും എന്നുമായിരുന്നു ഭീഷണി. എന്നാൽ ഇറാൻ യുദ്ധം തുടരുന്നതിനിടയിൽ മുജ്തബയെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം വരികയാണ്. ഇറാന് ഇനി പരമോന്നത നേതാവില്ലാത്ത സാഹചര്യമില്ല. US-ഉം ഇസ്രായേലും ഇനി മുജ്തബയെയും കൊല്ലുമോ എന്ന് നമുക്കേതായാലും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. യുദ്ധം തുടങ്ങി ലക്ഷ്യം നേടാൻ പോയിട്ട് അതിൻ്റെ 7 അയലത്തെത്താൻ കഴിയാത്ത ബോംബും മിസൈലും ഇട്ട് പരക്കം പായുകയാണ് അമേരിക്കയും ഇസ്രായേലും എന്ന്. പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നതിന് അപ്പുറത്ത് മറ്റൊരു കാര്യവും ഉടനെ ഒന്നും നേടാൻ പറ്റില്ല എന്നും ഉറപ്പാണ്. ഇറാനാണെങ്കിൽ US-നെ മൈൻഡ് ചെയ്യുന്നേയില്ല. ഇസ്രായേലിലേക്കും GCC രാഷ്ട്രങ്ങളിലേക്കും മിസൈൽ അയച്ചുകൊണ്ടിരിക്കുകയുമാണ് ഇറാൻ. ഇത് US-നെ പുതിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ ട്രംപ് എന്തു ചെയ്യും? ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രംപിൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏറ്റവും ഒടുവിലത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. US-നെ വിശ്വസിച്ച്, US-ൻ്റെ സുരക്ഷയിൽ വിശ്വസിച്ച് സ്വന്തം നാട്ടിൽ വ്യോമത്താവളങ്ങൾ അനുവദിച്ച് ശക്തമായി മുന്നോട്ടു പോകുന്ന GCC രാജ്യങ്ങൾ, സൗദി മുതൽ UAE വരെ, ഇവർ ഈ വിശ്വാസത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപിനെ കുഴക്കുന്ന, അമേരിക്കയെ കുഴക്കുന്ന ഒരു കാര്യം. ട്രംപിനെയും US-നെയും വിശ്വസിച്ച് ഇത്രനാളും കാത്തിരുന്നു എങ്കിലും തങ്ങളുടെ രാജ്യത്ത് സൈനിക താവളങ്ങൾ ഉണ്ടാക്കി അതിലേക്കുള്ള ആക്രമണങ്ങൾ സ്വയം അനുഭവിക്കുക എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. സൈനിക താവളങ്ങൾ കൊണ്ട് അമേരിക്കയാണ് ഉപയോഗപ്പെടുത്തുന്നത്, പക്ഷേ ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടുകൊള്ളുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അമേരിക്കയ്ക്ക് ഒരു പുല്ല് പോലും ചെയ്യാനാകുന്നില്ല എന്ന തിരിച്ചറിവും അവർക്കുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിനൊരു കാരണമുണ്ട്. ഇത്രനാളും ഈ യുദ്ധം അമേരിക്ക തീർത്തോളും എന്ന് വിചാരിച്ച് കാത്തിരുന്ന UAE ആ വിശ്വാസം കൊണ്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ UN-നെ തന്നെ സമീപിച്ച വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് UAE. അത് അസാധാരണമായൊരു ഇടപെടലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അടിയന്തിരമായി അവസാനിപ്പിക്കണം എന്ന് UAE-യുടെ UN പ്രതിനിധി ജമാൽ അൽ മുഷാറഖ് ആവശ്യപ്പെട്ടിരുന്നു. സമാധാനത്തിൻ്റെ പക്ഷത്താണ് UAE. വെടിയൊച്ചകൾ നിലച്ച് നയതന്ത്രത്തിൻ്റെ പാത തുറന്നാൽ മാത്രമേ മേഖലയിൽ ശാശ്വത പരിഹാരം സാധ്യമാവൂ. യുദ്ധമുഖത്ത് സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല. സമാധാന ചർച്ചകളിലൂടെ അല്ലാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനേ കഴിയില്ല. യുദ്ധം നീളുന്നത് ആഗോള എണ്ണ വിപണിയെയും ഗൾഫ് മേഖലയുടെ സാമ്പത്തിക സുസ്ഥിരതയെയും ഗുരുതരമായി ബാധിക്കും. യുദ്ധം തുടർന്നാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കും എന്നുമാണ് മുഷാറഖ് UN-ൽ പറഞ്ഞത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം സുസജ്ജമാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്ന് എല്ലാ കക്ഷികളും പിന്തിരിയണമെന്ന വിവേകപൂർണമായ നിലപാടാണ് UAE മുന്നോട്ട് വെക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ രാജ്യാന്തര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. US-നും ഇസ്രായേലിനും UN-ൽ ഈ യുദ്ധം വരാതിരിക്കാൻ പ്രത്യേക താല്പര്യം ഉണ്ട് എന്നിരിക്കെയാണ് UAE അതിനിടയിൽ ഐക്യരാഷ്ട്രസഭയിൽ തങ്ങളുടെ ആവശ്യം, ഈ യുദ്ധത്തെ അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കും വിധത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇനിയും US-നെയും ട്രംപിനെയും നമ്പി മുന്നോട്ട് പോയാൽ തങ്ങളുടെ കാര്യം അബദ്ധത്തിലാകും എന്ന് UAE-ക്ക് മനസ്സിലായി എന്ന് വേണം കരുതാൻ. എന്തായാലും മുജ്തബ ഖമനേയിയുടെ വരവോടെ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുകയാണ്. മുജ്തബയെ അംഗീകരിക്കില്ല എന്ന ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പ്രഖ്യാപനം നിലനിൽക്കുന്നും ഉണ്ട്. പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചാൽ കൊല്ലും എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സാഹചര്യത്തിലും പക്ഷേ റഷ്യ പരസ്യമായി മുജ്തബയുടെ നിയമനത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത മുജ്തബ ഖമനേയിക്ക് അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തി റഷ്യ. മുജ്തബ ഖമനേയിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സന്ദേശം അയച്ചതായാണ് ഒടുവിലത്തെ വാർത്ത. ടെഹ്റാനോടുള്ള ഞങ്ങളുടെ പിന്തുണയും ഇറാൻ സുഹൃത്തുക്കൾക്കുള്ള ഐക്യദാർഢ്യവും വീണ്ടും ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പുടിൻ സന്ദേശത്തിൽ പറഞ്ഞു. പക്ഷേ ഇറാനിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്ന ആളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളല്ല മുജ്തബ എന്നും മുജ്തബയെ നിയമിച്ചാൽ നീ കൊല്ലുമെന്നും ഇസ്രായേൽ പറഞ്ഞ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. എന്നാൽ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തതിന്
എന്നതിന് പിന്നാലെ ഇറാൻ ഭരണകൂടം ശക്തമായ നിലപാടുമായി രംഗത്തെത്തി എന്നതാണ് ശ്രദ്ധേയം. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ട്രംപിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവിൻ്റെ വിദേശ നയ ഉപദേഷ്ടാവ് കമാൽ ഖരാസി പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ വാർത്താ ചാനലായ CNN നൽകിയ അഭിമുഖത്തിലാണ് ഖരാസി നിലപാട് വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനങ്ങൾ പാലിക്കില്ല എന്നും വഞ്ചിക്കും എന്നും തങ്ങളിത് 2 തവണ നേരിട്ട് അനുഭവിച്ചതാണ് എന്നും നയതന്ത്ര ചർച്ചകളെ സൂചിപ്പിച്ച് ഖരാസി പറഞ്ഞു. ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അവർ ഞങ്ങളെ ആക്രമിച്ചത്. ഭാവിയിൽ US-ഉമായി ഇറാന് ചർച്ച നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. US-ഉം ഇസ്രായേലും ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല എന്ന് ഉറപ്പ് ലഭിച്ചാലല്ലാതെ ഇനി ചർച്ച മുന്നോട്ടു പോകുകയും ഇല്ല എന്ന് കമൽ ഖരാസി പറഞ്ഞു. ഇതേസമയം ട്രംപിന്റെ നിരന്തരമായ ഇടപെടലുകൾക്കെതിരെ കനത്ത വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇറാനികൾക്ക് അവരുടെ കാര്യം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട്. മുജ്തബ ഖമനയെ തെരഞ്ഞെടുത്തതിലൂടെ അത് തെളിയിച്ചു. ഇറാന്റെ സിസ്റ്റം പൂർണ്ണമായി തന്നെ പ്രവർത്തിക്കുകയാണ്. ട്രംപിനോ ഇറാന്റെ കാര്യങ്ങളിൽ കൈകടത്താൻ ആഗ്രഹിക്കുന്ന മറ്റാർക്കെങ്കിലുമോ അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് US-നെ മുൻനിർത്തിയാണ് ഇറാന്റെ പ്രതിരോധം. ഇസ്രായേലിനെ വകവെക്കുന്നേയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലാണ് കൊല്ലും എന്ന് പറഞ്ഞതും കൂടി ഓർമ്മിക്കണം. ഇതിനിടയിൽ ഇറാനെതിരായ യുദ്ധം ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം മറ്റൊരു ചർച്ചയ്ക്കും ഇടവെച്ചു. ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്നും അവർ പരാജയപ്പെട്ടു എന്നും യുദ്ധം പൂർണ്ണതയിലെത്തുകയാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇറാൻ അധികൃതർ പ്രതികരിച്ചത്. US സ്വയം ഇല്ലാതാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാറിജാനി രംഗത്ത് വന്നു. ഇറാൻ ത്യാഗസന്നദ്ധമായ രാഷ്ട്രമാണ്. നിങ്ങളുടെ പൊള്ളയായ ഭീഷണികളെ ഭയപ്പെടില്ല. നിങ്ങളെക്കാൾ വലിയവർക്ക് പോലും ഇറാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം ഇല്ലാതാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ലാറിജാനി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല, മുജ്തബയുടെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ യുദ്ധത്തിൻ്റെ അവസാനം നിർണ്ണയിക്കുന്നത് ഇറാനായിരിക്കും എന്ന നിലപാടുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ രംഗത്തെത്തി. മുജ്തബയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം വളരെ ശക്തമായ സാഹചര്യത്തിലേക്ക് റവല്യൂഷണറി ഗാർഡ് കോർ എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവർ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. തങ്ങൾക്ക് മേൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടർന്നാൽ മേഖലയിൽ നിന്ന് 1 ലിറ്റർ പോലും എണ്ണ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകി. ഇതേസമയം ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കടത്ത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. എണ്ണ വിതരണത്തിലെ പ്രതിസന്ധി അമേരിക്കയ്ക്ക് കുരുക്കാകുന്ന സാഹചര്യം ഉണ്ട്. റഷ്യ അമേരിക്കയുടെ ആധിപത്യത്തിനിടയിൽ കയറി ഷൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തെ മറികടക്കാൻ ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്തെത്തി. ഹോർമുസ് കടൽ പിടിച്ചെടുക്കും എന്നതാണ് പുതിയ ഭീഷണി. US-നും ഇസ്രായേലിനും എതിരായ ആക്രമണം തുടർന്നാൽ ഹോർമുസ് പിടിച്ചെടുക്കാൻ മടിക്കില്ല. തങ്ങളുടെ എണ്ണക്കപ്പലുകൾ തടഞ്ഞാൽ കടലിടുക്ക് പിടിച്ചെടുക്കുന്നത് ആലോചിക്കുകയാണ് എന്നിവരെ ട്രംപ് ഇന്ന് CNN-നോട് പറഞ്ഞതായി മാധ്യമങ്ങൾ വിശകലനങ്ങളോടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇറാൻ ആ നീക്കം നടത്തിയാൽ ഇറാന്റെ അന്ത്യമായിരിക്കും. പിന്നീട് ആ പേര് ആരും ഉച്ചരിക്കില്ല എന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. എന്നാൽ US-ൻ്റെയും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും ആക്രമണം തുടരുകയാണെങ്കിൽ എണ്ണ അതുവഴി ഹോർമുസ് കടലിടുക്ക് വഴി കൊണ്ടുപോകാം എന്ന് വിചാരിക്കേണ്ടെന്ന് IRGC നിലപാട് ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച പുതിയ വെല്ലുവിളികൾ സംഘർഷ സാഹചര്യത്തെ സങ്കീർണമാക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഈ കാര്യത്തിൽ ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ കപ്പലുകൾ പോകുമ്പോൾ വെടിവെച്ച് അതിനെ തീർക്കും എന്നുള്ള നിലപാടിലാണ്. ട്രംപ് ഇതിൽ ആശങ്കപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണിയുടെ രൂപത്തിലുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. എന്നാൽ ഇറാൻ പൂർണ്ണമായും തോറ്റുകഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ ഹോർമുസ് പ്രതിസന്ധിയെ മുൻനിർത്തി ബാർഗെയിനിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ കുരുങ്ങിയ അവസ്ഥയിലാണ് ട്രംപ്. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് ബാർഗെയിനിങ് ആയി ഭീഷണി പ്രയോഗിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ നിന്ന് ഉടൻ തലയുരണം അല്ലെങ്കിൽ കൂടുതൽ കുരുക്കാകുമെന്ന് ആവശ്യപ്പെട്ട് ഇതേ സമയത്ത് ട്രംപിൻ്റെ ഉപദേശകർ രംഗത്തെത്തിയതായി US മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ തന്ത്രം ആവിഷ്കരിക്കണം. യുദ്ധത്തിന് പൊതുജന പിന്തുണ കുറയുമെന്നും US-ൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നും ഭയന്നാണത്രേ ഈ നീക്കം. അമേരിക്കൻ സൈന്യം ലക്ഷ്യം കൈവരിച്ചു എന്നും അതുകൊണ്ട് ഇത് വിജയകരമായ ഓപ്പറേഷനായി പൊതുമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുമാണ് ഉപദേശകർ പറയുന്നത്. ദീർഘകാലം മുന്നോട്ട് പോയാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ അമേരിക്കയിൽ ഇല്ലാതാകും എന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. ഇതിനിടെ എണ്ണ പ്രതിസന്ധി ലോകത്തിന് മുന്നിൽ US-ൻ്റെ വിലയിടിക്കും എന്ന്
വൈറ്റ് ഹൗസും ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാതെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്ന് ആലോചിക്കണം എന്നാണ് ട്രംപിൻ്റെ ഉപദേശകർ മുന്നോട്ട് വെക്കുന്ന കാര്യം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് പക്ഷേ ഇസ്രായേലിന് താല്പര്യമില്ല. നെതന്യാഹു ലക്ഷ്യം നേടിയെന്ന് വിശ്വസിക്കുന്നില്ല. ഇറാന്റെ മസ്തകം തകർക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ നെതന്യാഹു തിരിച്ചടി പ്രതിരോധിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തപ്പെട്ടിട്ടുള്ളത്. കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും യുദ്ധം കുറെ കൂടി നീണ്ടുപോകണം എന്നും ഇസ്രായേൽ സൈന്യവും നിലപാടെടുക്കുന്നു. എന്നാൽ പുറമെ എണ്ണവില പ്രതിസന്ധിയും ആഭ്യന്തരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാനിടയുള്ള തിരിച്ചടി പ്രതിസന്ധിയും ഒരുപോലെ കുരുക്കുകയാണ് ട്രംപിനെ. ഈ സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ടു പോയാൽ തിരിച്ചു കയറാനാകാത്ത വിധം കുരുക്കിലേക്ക് വീണുപോകുമോ എന്നതാണ് ചോദ്യം. അത് ട്രംപിനെ സംബന്ധിച്ച് നിർണായകമാകും. US-നെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഘട്ടത്തിൽ UN-ൽ ഉന്നയിച്ച കാര്യം കൂടി ആലോചിക്കുമ്പോൾ, നേരിട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ച സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ മുന്നിലുണ്ട്. ട്രംപിന് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുമാകും, UAE-ക്ക് ഈ നിരന്തരമായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാകും, തങ്ങളുടെ പരമാധികാരം അതേപോലെ നിലനിർത്താൻ ഇറാനുമാകും. എല്ലാവർക്കും പരിഹാരമാകുന്ന യുദ്ധം നിർത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് വിടാം. നന്ദി, നമസ്കാരം.